വ്ളോഗർ കുഞ്ഞിപ്പാത്തുവിൻ്റെ പെരുന്നാൾ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സിൻ്റെ ഷോള്. പിന്നെ ഈ ഡ്രസ്സ് കണ്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ലേഡീസിൻ്റെ കോഡ് സെറ്റിൻ്റെ ഒക്കെ ക്ലോത്തിൽ പുതിയ ഷർട്ട്, പുതിയ മോഡൽ വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ക്ലോത്ത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ, അത് വേറെ കാര്യം. ഭയങ്കര ചൂടാണ് ഗൈസ്, മൂക്കത്തൊരു കുരു. നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ മനസ്സിലായിക്കോട്ടെ, പക്ഷെ ഞാനായിട്ടത് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓരോ കച്ചവടം പൊളിക്കാനും അല്ലെങ്കിൽ ഉണ്ടാക്കാനും നിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അതൊരു ശരിയല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം അതിനുള്ള ക്ലോത്തുകളാണ്. ഈ ബ്ലാക്ക് ഒക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ കളർ ടീഷർട്ടിലേക്കും മാച്ച് ആയിരിക്കും. ഇവമോൾ എപ്പോഴും നമ്മൾ നിസ്കരിക്കുമ്പോൾ കൂടെ വന്ന് നിൽക്കുകൾക്കാണെങ്കിൽ ഒരു കുഞ്ഞു മുസല്ലുണ്ട്. അപ്പോൾ ഇവമോൾക്കാണ് ആക്ച്വലി ഞാനിത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് വാങ്ങിക്കാൻ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്തെല്ലാം ഗൈസ് വിശേഷങ്ങൾ? വ്ളോഗർ കുഞ്ഞിപ്പാത്തുവിൻ്റെ പെരുന്നാൾ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഷോപ്പിംഗ് എന്തോ ഒരു കിട്ടിയൊരു ഷോപ്പിംഗ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് 6 മിനിറ്റ് മാത്രമേ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഒരു ലോങ് ആക്കിയിട്ട് നീട്ടി വലിച്ച വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ജസ്റ്റ് കോർ സാധനങ്ങൾ മാത്രം കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് അലനല്ലൂരിക്ക് പോകുന്നതാണ്. കുറേ ദിവസമായി ഫൈക്കാക്കുവിന് ഇങ്ങനെ പിരികേറ്റുണ്ട്, നമുക്കൊന്ന് പോവാന്ന് പറഞ്ഞിട്ട്. ഫൈക്കാക്കു ആണെങ്കിലോ ആയിട്ടില്ല, സമയമായിട്ടില്ല, ഇനിയും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അവസാനം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഫൈക്കാക്ക് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയപ്പോഴാണ് നമ്മൾ സാധാരണ ഡ്രസ്സ് വാങ്ങിക്കാറുള്ള ഷോപ്പിങ്ങിന് ഇപ്പുറത്ത് തന്നെ വേറൊരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്ന് നോക്കിയതാട്ടോ. സംഭവം സെലക്ഷനൊക്കെ കുറവാണ്, പക്ഷെ എന്നാൽ കൂടെ ഞാൻ അവിടെ പോയപ്പോൾ ഇന ബേബി കണ്ട ഗൈസ് മേത്തൊന്നും ഇറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ കിട്ടിയ ഒരു ഡ്രസ്സ് ഇട്ടു. അങ്ങനെ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സിൻ്റെ ഷോള്. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ഷോപ്പിങ്ങൊക്കെയൊന്നും തിരയാനൊന്നും സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ ക്ലോത്താണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഷോളാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഞാൻ വിചാരിച്ച് കുറേ ഹെവി വർക്കുള്ളത് വാങ്ങിച്ചിട്ട് അത് പിന്നെ ഒന്നും ഇടൂലല്ലോ. നമുക്ക് കോളേജിലൊക്കെ ഡെയിലി വെയർ ആക്കിയിട്ട് യൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു സംഭവമാണ് ഗൈസ് അത്. പിന്നെ അങ്ങനെ അത് വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നെക്സ്റ്റ് ഫൈക്കാക്കൂനും അതുപോലെ ബേബീസിനും ഒക്കെ നോക്കണമല്ലോ. അപ്പം അങ്ങനെ പിന്നെ 2 പേർക്കും അവിടെ നിന്ന് ഫാഷൻ ആ കടൻ്റെ ഭാഗമായിട്ട് ബലൂൺ കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ ഇസേച്ചിക്ക് പാവം തോന്നിയിട്ട് 2 ബലൂൺ കൊടുത്തതാണ്. എന്നാലെങ്കിലും ഇറങ്ങുമല്ലോ, പിന്നെ പുതിയ കടയല്ലേ, അപ്പം അതിൻ്റെ ഒരു ഗുട്ടൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഗൈസ് ഫൈനലി ഞാൻ ഫൈക്കാക്കൂന് ടീഷർട്ട് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഒന്നാമതെന്താ പറയുക, ടീഷർട്ടാണ് എനിക്കും നല്ലത്. അതാകുമ്പോൾ മെഷീനിൽ വാഷ് ചെയ്താലും പിന്നെ അത് തേക്കാൻ നിൽക്കണ്ട, അല്ലാന്നുണ്ടെങ്കിൽ അത് തേച്ചൊട്ടിക്കേണ്ടി വരും, അതൊരു ടാസ്ക്കാണ്. പിന്നെ ഈ ഡ്രസ്സ് കണ്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ലേഡീസിൻ്റെ കോഡ് സെറ്റിൻ്റെ ഒക്കെ ക്ലോത്തിൽ പുതിയ ഷർട്ട്, പുതിയ മോഡൽ വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ക്ലോത്ത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ഇതിലും ജെൻസിനും ഷർട്ട്സ് ഇറങ്ങിത്തുടങ്ങി എന്നാണ് കവി ഉദ്ദേശിച്ചത്. ഭയങ്കര ചൂടാണ് ഗൈസ്, മൂക്കത്തൊരു കുരു. മലൂണ് കിട്ടിയോ? മലൂണ് കിട്ടിയ ബേബിക്ക് അശുണ്ടോ? മലൂണ് അശുണ്ടോ? പിന്നെ ഈ കടയിൽ പ്രത്യേകിച്ച് സെലക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അത് ബില്ലാക്കിക്കൊണ്ട് ഇനി ഇവിടെ നിന്ന് വേഗം തടി വിട്ടിട്ട് അടുത്ത കടയിൽ പോവാട്ടോ. അപ്പോൾ ഈ കടയിൽ നിന്ന് ഞാൻ എനിക്കും ഫൈക്കാക്കുനും മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു കട വരുന്നുണ്ട്. ഞാൻ എന്തായാലും കടൻ്റെ ഒന്നും പേര് പറയാത്ത, ഇനി അവർക്കൊരു പ്രൊമോഷനോ പ്രൊമോഷനോ ഒന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ മനസ്സിലായിക്കോട്ടെ, പക്ഷെ ഞാനായിട്ടത് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓരോ കച്ചവടം പൊളിക്കാനും അല്ലെങ്കിൽ ഉണ്ടാക്കാനും നിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അതൊരു ശരിയല്ലല്ലോ, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൊട്ടടുത്തുള്ള മറ്റൊരു കടയിലേക്ക് പോകുകയാണ്. ആ കടയിൽ അത് നമ്മളെപ്പോഴും ഓൾമോസ്റ്റ് എപ്പോഴും പോകുന്നൊരു കടയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ബൾബ് കത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ, ഏതാ കട എന്നുള്ളത് എനിക്ക് മനസ്സിലാവണം. ഈ കടയെക്കുറിച്ച് പറയാനാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം എപ്പോഴും നമ്മൾ വരുന്ന എൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. കാരണം എനിക്ക് തോന്നിയ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ലുലുവിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ് എല്ലാ സംഭവവും ഇവിടെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എല്ലാം സെക്ഷനായി വെച്ചതുകൊണ്ട്. നീമി എവിടെയോ? ഇവിടെ നീമി തൊട്ടോക്ക
കയറുന്ന അവിടെ തന്നെ വലിയൊരു അക്വേറിയം ഉണ്ട്. പിന്നെ ഇനി ബേബി അവിടെ നിന്ന് പോകാൻ സമ്മതിക്കണ്ടേ, ഓൾക്ക് അത് നിന്ന് കാണണം. പിന്നെ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ ഗുളമായി. അപ്പം ഞാൻ പിന്നെ ഫൈക്കാക്കുവിനെ വിളിച്ച്, ഫൈക്കാക്ക് വണ്ടിയിൽ ഇങ്ങനെ സുഖിച്ചിരിക്കുന്നേ. അപ്പം ഞാൻ പറഞ്ഞു ബേബിനെ ഒന്ന് എടുക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താഴത്തെ ഫ്ലോറിലേക്ക് പോയി. ഇവിടെയാണ് ഗൈസ് എൻ്റെ ലോകം. ഞാനിവിടെ നിന്നാണ് ക്ലോത്ത് വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാറില്ല. കുറേ ഐറ്റംസ് ക്ലോത്തുകളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ നിന്നും കുറച്ച് ക്ലോത്തുകളൊക്കെ വാങ്ങിച്ചതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്തു, സ്റ്റിച്ച് ചെയ്ത എന്തൊക്കെയാണ് ഞാൻ പറയണേ, അത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ അതെല്ലാം മുറിച്ച് കുറേ പാൻറ്റിന് കുറേ ക്ലോത്ത് വാങ്ങിക്കാനുണ്ട്. ഞാൻ അന്ന് ട്രിച്ചി പോയ വ്ളോഗ് കണ്ടില്ലായിരുന്നു, അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ. ഇതൊക്കെ വെറുതെ ഒരു ചുമ്മാ ബോറടിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ആ ഒരു കുറേ ടീഷർട്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ടീഷർട്ട്സിലേക്ക് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെടാപ്പാട് പെടുന്നത്. അപ്പോൾ അതിനുള്ള ക്ലോത്തുകളാണ്. ബ്ലാക്കൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ കളർ ടീഷർട്ടിലേക്കും മാച്ച് ആയിരിക്കും. അപ്പം ഞാൻ കുറച്ച് പാൻറ്റ്, മൊത്തത്തിൽ 5 പാൻറ്റുകളുണ്ട് കേട്ടോ. 2 ബ്ലാക്ക്, ഒരു റെഡ്, ഒരു പിങ്ക്. ടീഷർട്ട്സിൻ്റെയൊക്കെ കളർ അങ്ങനെയാണ്, ഒരു കുത്തണ കളറുകളാണ്. അപ്പോൾ അതുപോലെ മാച്ചായത് വേണമല്ലോ. അങ്ങനെ പിന്നെ ഇതൊരാൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ് ഗൈസ് ഇപ്പോൾ സെലക്ട്. നിങ്ങളെടുത്തത് എവിടെ? ഉമ്മാക്കുള്ള മാക്സി സംഭവങ്ങളൊക്കെ മുകളിലാണ് കേട്ടോ, ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ്. അപ്പോൾ ഉമ്മ അവിടെ നിന്ന് സെലക്ട് ചെയ്ത സമയത്ത് ഞാൻ താഴേക്ക് പോയി, അതാണ് ഉണ്ടായത്. അല്ലെങ്കിൽ കുറേ സമയം ഓരോരുത്തരുതാവുമ്പോൾ ഇങ്ങനെ കുറേ സമയം നിന്നിട്ട് ടൈം അങ്ങോട്ട് പോകും. അപ്പം അതുകൊണ്ട് ആ ടൈം അഡ്ജസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉമ്മാനെ അവിടെ ഷോപ്പിങ്ങിന് വിട്ട് ഞാൻ താഴേക്കും പോയി. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിനി അവസാനം ബില്ലിങ് സെക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വ്ളോഗ് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു വ്ളോഗാണ്, കാരണം അധികം പ്രത്യേകിച്ചൊന്നുമില്ല, അതാണ് കഥ. താഴേക്ക് വീണ്ടാമതും പോകുന്നത് കണ്ടിട്ട് നിങ്ങളൊന്നും കരുതണ്ട, കാരണം ഇവ മോളെ സൂസു ഒഴിപ്പിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വണ്ടിയിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു ബോക്സ് അൺബോക്സിങ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊറിയർ അൺബോക്സിങ്. അപ്പം അതിൽ എൻ്റെ പെരുന്നാളും റമളാനൊക്കെ അല്ലേ, അപ്പം എൻ്റെ ബേബീസിന് 2 പേർക്ക് ഞാൻ നിസ്കാരക്കുപ്പായം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ നിസ്കാരക്കുപ്പായം ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, താഴെ കമൻറ്റ് ചെയ്യൂ, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ തരാം. ഒരവ കൊടുത്തൊക്കെ ഇവമോൾ എപ്പോഴും നമ്മൾ നിസ്കരിക്കുമ്പോൾ കൂടെ വന്ന് നിൽക്കുകൾക്കാണെങ്കിൽ ഒരു കുഞ്ഞു മുസല്ലുണ്ട്. അപ്പോൾ ഇവമോൾക്കാണ് ആക്ച്വലി ഞാനിത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് വാങ്ങിക്കാൻ. ഇനിയിപ്പോൾ മദ്രസയിലൊക്കെ ചേർത്താൻ പോവല്ലേ, 6 വയസ്സാകുമ്പോൾ മദ്രസയിലൊക്കെ ചേർത്തു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നിസ്കാരമൊക്കെ പഠിക്കുമല്ലോ, അപ്പം ഞാൻ നിസ്കാരക്കുപ്പായം വാങ്ങിച്ചത്. അപ്പോൾ പിന്നെ എൻ്റെ ഉപയോഗിക്കും വേണമല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.